ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സിങ്കോണിയം പ്ലാന്റ്സ് കുറച്ച് കണ്ടാലോ. അപ്പോൾ ഇത് കോമൺ ആയിട്ടുള്ളൊരു സിങ്കോണിയം കേട്ടോ. നമുക്ക് സിങ്കോണിയത്തിനെ ഹാങ് ചെയ്തും അല്ലെങ്കിൽ ക്രീപ്പറായിട്ടൊക്കെ ബുഷിയായിട്ടൊക്കെ വളർത്താൻ പറ്റിയൊരു നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് സിങ്കോണിയം. ഇത് കോമൺ ആയിട്ടുള്ള അടുത്ത സിങ്കോണിയം. ഇത് നമുക്ക് പറമ്പിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ലീഫ് ഒരുമാതിരി നല്ല വലിയ ലീഫാണ്. പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സിങ്കോണിയത്തിൻ്റെ പ്രൊപ്പഗേഷൻ നമുക്ക് വളരെ എളുപ്പമാണ്. അതിൻ്റെ ആ സ്റ്റെമ്മിൽ തന്നെ കണ്ടു റൂട്ട് വന്നേക്കുന്നത്. അപ്പോൾ അവിടെ വെച്ച് നമുക്ക് കട്ട് ചെയ്തിട്ട് പോട്ടിലേക്ക് മാറ്റി കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് നട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ പിടിക്കും. പിന്നെ അധികം വെള്ളം ഇതിന് ഒഴിച്ച് കൊടുക്കരുത്. നല്ലതുപോലെ പിടിച്ചതിന് ശേഷം മാത്രം, അതും കുറച്ച് വെള്ളമേ ഒഴിക്കാൻ പാടുള്ളൂ, പെട്ടെന്ന് ചീഞ്ഞു പോകും. ഇതിപ്പോൾ പിങ്ക് ഷെയ്ഡി വരുന്ന ഒരു സിങ്കോണിയമാണ്. ഞാനിത് ക്രീപ്പറായിട്ട് വെച്ചേക്കുന്നതാണ്. പിന്നെ ഇങ്ങനെ കളറിൽ വരുന്ന സിങ്കോണി അധികം വെയിലത്ത് വെക്കരുത് കേട്ടോ. ഇതിപ്പോൾ കുറച്ച് വെയിൽ കുറവുള്ള ഭാഗത്ത് ലീഫ് കണ്ടോ, നല്ല ഡാർക്ക് ഷെയ്ഡിൽ പിങ്കായിട്ട് വന്നേക്കണം. ബാക്കിയൊക്കെ ലൈറ്റ് ഷെയ്ഡിൽ നിൽക്കുന്നത്. വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ആ കളർ അങ്ങോട്ട് പോകും. അതുപോലെ വൈറ്റ് സിങ്കോണിയം അതുപോലെ തന്നെയാണ്. വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ആ വൈറ്റ് മാറി ഒരു ഗ്രീൻ ഷെയ്ഡിലേക്ക് വരും. ഇതിപ്പോൾ ഡബിൾ ഷെയ്ഡാണ് കേട്ടോ, ഗ്രീനും വൈറ്റും കൂടി ചേർന്നൊരു സിങ്കോണിയമാണ്. ഇത് ഞാൻ ബുഷിയായിട്ട് നിർത്തിയേക്കണതാണ്. എല്ലാ സിങ്കോണിയവും ക്രീപ്പറാണ് കേട്ടോ. ഹാങ് ചെയ്തതുപോലെ വള്ളികൾ വരും സിങ്കോണിയത്തിന്. നമ്മൾ അപ്പോൾ അത് കട്ട് ചെയ്ത് കളയണം. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്യാണ്ട് വെച്ചേക്കണത് കാരണം ഹാങ് ചെയ്തിട്ടേക്കണതാണ്. കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ ഇതിങ്ങനെ പടർന്ന് ഇങ്ങനെ പോകും. അപ്പോൾ ഇത് ശരിക്കും ഇങ്ങനെ പറമ്പിലൊക്കെ ഉള്ളൊരു പ്ലാന്റാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.